എന്താ? നിന്നെയും നിന്റെ മോളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഞാൻ ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൂപ്പുകയോടെയാ, യാചനയോടെയാ. എന്നോടുള്ള ദേഷ്യത്തിന് എന്റെ മോളെ ഉപദ്രവിക്കരുത്. ഞാൻ മനുഷ്യകുലത്തിലല്ലേ പറഞ്ഞത്. മകളെ പോലൊരു പെൺകുട്ടിയെ കണ്ടാലോ എനിക്ക് മനസ്സിലാവും. മനസ്സിലാകാത്തതും ആയില്ലെന്ന് നടിക്കുന്നതും മറ്റുള്ളവരല്ലേ. എത്ര ദേഷ്യമുണ്ടെങ്കിലും മാം പറയുന്നത് നിങ്ങൾ അനുസരിക്കുമെന്ന് മാമിനൊരു വിശ്വാസമുണ്ട്. അതേ മോളെ, മാഡം പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. അത് മാത്രമേ അനുസരിച്ചിട്ടുള്ളൂ. എന്നിട്ടും മാഡം എന്നെ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഞാൻ കണക്ക് പറയുക വിഷമിപ്പിക്കുകയല്ലേ. ഗാഥമോൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ഉറപ്പ്. ഞാൻ കൃഷ്ണയെ ചെന്ന് കണ്ടിരുന്നു. കൃഷ്ണയോടും ദുബായിയോടും സംസാരിക്കുകയും ചെയ്തിരുന്നു. നവീന്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി കൃഷ്ണയെ ഗാഥയ്ക്ക് പകരക്കാരിയെ കിട്ടാൻ വേണ്ടിയായിരുന്നു. ഗാഥമ്മയുടെ അവിടെ ഉണ്ടാകുന്ന മാം അവർക്ക് വാക്കുകൊടുത്തതാ. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാന്? ശാന്തി, നീ അവളെ അയക്കണം. നീ പറഞ്ഞ അവളെ കേൾക്കും. ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവളാ, ഞാൻ ഒന്നിനുമില്ല. മാഡം ഇവിടെ വരെ വന്നിട്ട് മോളെ കാണാതെ പോകണ്ട. ഞാനിതെങ്ങനെ നിന്നോട് ചോദിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. അമ്മമാരുടെ വിഷമം എനിക്കറിയാന്ന് പറഞ്ഞില്ലേ മാഡം? ആ വിഷമത്തിന് പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഇല്ല. മാഡം വന്നോളൂ. നീ കാണുന്നില്ലേ സിനി, എന്റെ ഗതികേടിന്റെ വ്യാപ്തി എന്താണെന്ന്? എന്റെ മോള എന്റെ അഹങ്കാരം. അവക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ടിപ്പോഴും സുഖമില്ലാതെ കിടക്കുന്ന അവളുടെ അടുത്തിരിക്കാൻ കൂടി എനിക്ക് അവകാശമില്ല. നമുക്ക് മുന്നില് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ മാം? യെസ്, മാർഗങ്ങളൊന്നുമില്ല. തോറ്റു തകർന്ന സിതാര ശ്രീനിവാസ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു വശത്ത് കളരിക്കൽ ഗാഥമോളെ എത്തിക്കാന്നുള്ള വാക്ക്, മറുവശത്ത് അവളുടെ സുഖമില്ലാത്ത അവസ്ഥ. അതിനിടയിൽ എന്നെ നിർത്തി വിധി ചൂത് കളിക്കുക. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസനോടോ ശാന്തിയോടോ അല്ല, കൃഷ്ണയോട്. അവളോട് മാത്രമേ മനസ്സറിഞ്ഞ് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ തെറ്റ് ചെയ്തപ്പോ എന്റെ മനസ്സ് കല്ലുപോലെയായിരുന്നു. എന്റെ മകൾ, അവളുടെ ജീവിതം, അത് മാത്രം ലക്ഷ്യം വെച്ചപ്പോ കൃഷ്ണനെ കൊല്ലാൻ വരെ തോന്നി. അതിനിതുവരെ ഈശ്വരൻ എന്നെ ശിക്ഷിച്ചു തീർന്നിട്ടില്ല. എനിക്കോ എന്റെ മകൾക്കോ എന്ത് സംഭവിച്ചാലും ചുറ്റും നിൽക്കുന്നവർക്ക് പറയാനായിട്ട് ഒരു കാരണമുണ്ട്. സിത്താരയുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ. അങ്ങനെ പറയൂ. എനിക്കത് നന്നായിട്ട് അറിയാം. മാം, എല്ലാം ശരിയാവും. ഇത്രയൊക്കെ മുന്നോട്ട് പോയില്ലേ, ഒരു പ്രശ്നമില്ലാതെ. എത്ര കാലമായി സിനി, കളവ് നടത്തിയവർ ഒളിച്ചു താമസിക്കുന്ന പോലെ എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടാവുന്ന രീതിയിലുള്ള പേടിച്ചുകൊണ്ടുള്ള ഈ നെട്ടോട്ടം. അവിടെ എന്റെ സമ്പത്തോ പൊസിഷനോ ഒന്നും എന്നെ രക്ഷിക്കില്ല. ഒരു പെരുങ്കള്ളിയുടെ സ്ഥാനം. എന്താ മോളെ? അമ്മയാ, ഗോപാലമാമയോട് സംസാരിക്കണമെന്ന്. എന്താ തങ്കം? ഗോപാലെ, കൃഷ്ണയോട് സിത്താര മാഡത്തിന്റെ കൂടെ പോകണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു. അവൾക്കതിൽ നല്ല വിഷമമുണ്ട്. അവള് നിഷേധിച്ചത് അവളുടെ പെറ്റമ്മയുടെ അവസ്ഥയല്ലേ? ആ തോന്നൽ അവർക്കില്ലല്ലോ തങ്കം. ഇപ്പൊ അവര് വന്നതും ആൾമാറാട്ടം നടത്താനല്ലേ, അല്ലാതെ നവീനെയും കൃഷ്ണയെ ഒന്നിച്ച് ജീവിപ്പിക്കാനൊന്നും അല്ലല്ലോ. ഗോപാലൻ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ വന്നു പോയത് ആരാണെന്ന് കൂടി ആലോചിക്കണം. ഒരാളുടെ മുന്നിലും ഒരിക്കലും കീഴടങ്ങിയിട്ടില്ലാത്ത സിത്താര മാഡോ? സകല അഹങ്കാരങ്ങളും ഒതുക്കി എന്റെയും നിങ്ങളുടെയും മുന്നില് കൈകൂപ്പി യാചിച്ചു നിന്നത്. അതവരുടെ കാര്യം നടത്താനുള്ള അടവ്, അല്ലാതെ അവർക്ക് നമ്മളോട് എന്ത് സ്നേഹം? കൃഷ്ണയ്ക്ക് നവീന്റെ വീട്ടിൽ പോകാൻ ഇഷ്ടമുണ്ടെന്ന് ഗോപാലൻ ചോദിച്ചോ? അതിപ്പോ ചോദിക്കേണ്ട കാര്യം എന്താ? കൃഷ്ണ നമ്മുടെ കുട്ടിയാ. അവൾക്കൊരു പ്രശ്നം വരാതെ നോക്കേണ്ടത് നമ്മളല്ലേ? ഗോപാലെ, ഇപ്പോഴത്തെ ഈ അവസ്ഥയില്
കൃഷ്ണ ഈ നാട്ടിൽ തുടരുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും രീതിയിൽ ശ്രീനിവാസൻ സാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞ അദ്ദേഹത്തിന്റെ മുമ്പിൽ പിന്നെ ഒന്നും പറഞ്ഞു നിൽക്കാൻ നമുക്കാവില്ല. തൽക്കാലം ഇപ്പോ കൃഷ്ണമോൾ ഇവിടെ ഇല്ലാതിരിക്കുന്നത് നമുക്ക് നല്ലത്. എന്ത് വേണമെന്നാ തങ്കം പറയുന്നേ? ഒരുപക്ഷെ ഗാഥ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ കൃഷ്ണയും നവീനും ഒന്നിച്ചു ചേരാനുള്ളൊരു അവസരമാണെങ്കിലോ? ദൈവത്തിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിലോ? തങ്കം, കൃഷ്ണൻ തൽക്കാലം സിത്താര മാഡം പറഞ്ഞതനുസരിക്കട്ടെ. അവള് നവീന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ. അതാ എന്റെ തീരുമാനം. തങ്കം അങ്ങനെ തീരുമാനിച്ച പിന്നെ ഞാനെന്ത് പറയാനാ? എനിക്ക് കൃഷ്ണയ്ക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. എങ്കില് ഗോപാൽ നമ്മളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. തങ്കം പറയുന്നത് കൃഷ്ണ കളരിക്കിലേക്ക് പൊയ്ക്കോട്ടെ എന്നാ. ഇതെന്തൊക്കെയാ പറയുന്നേ? ഇനി അവിടെ ചെന്ന് നിന്നാലും കൃഷ്ണയുടെ ജീവനും ജീവിതത്തിനും അത് ആപത്ത് തന്നെയല്ലേ? എത്ര നിഷേധിച്ചാലും സിത്താരാമേടത്തിനോടുള്ള ബഹുമാനം തങ്കത്തിന്റെ മനസ്സിൽ നിന്ന് പോവില്ല. കൃഷ്ണ അവളുടെ പെറ്റമ്മയെ അനുസരിക്കണമെന്നാ തങ്കം പറയുന്നേ. മോളെ, എന്താ മോളുടെ തീരുമാനം?